വിവാദ പരാമർശവുമായി CPM PB അംഗം A. വിജയരാഘവൻ. രാഹുൽ ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ. പ്രിയങ്കയുടെ മുൻപിലും പിൻപിലും വർഗീയ ഘടകങ്ങളായിരുന്നു. CPM വയനാട് ജില്ലാ സമ്മേളനത്തിലാണ് പരാമർശത്തിന് എതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇവിടുന്ന് രണ്ടാൾ ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ CPM വയനാട് ജില്ലാ സമ്മേളനത്തിലെ ഈ പരാമർശമാണ് വലിയ വിവാദമായത്. പ്രസംഗം ചർച്ചയായതോടെ വിജയരാഘവനെ വിമർശിച്ച കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും ഇത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്താൻ പറയുമ്പോൾ വർഗീയത ഇങ്ങനെ വെറും വിഴുങ്ങുന്ന ഒരു ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? വിജയരാഘവന്റേത് ക്രൂരമായ പരാമർശമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. വാ തുറന്നാൽ വർഗീയത മാത്രമാണ് വിജയരാഘവൻ പറയുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും ആരോപിച്ചു. വേറൊരു ശുചായിണ്ട്, ആ വായ തുറന്നാൽ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. വരും ദിവസങ്ങളിലും ചൂടേറിയ രാഷ്ട്രീയ വിവാദമായി വിജയരാഘവന്റെ പരാമർശം മാറാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.